എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു അഡാർ ഐറ്റവുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. കോഴിക്കാൽ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് വീഡിയോ മുഴുവനായിട്ട് തന്നെ ഒന്ന് കാണാം. എങ്ങനെ വീട്ടിൽ എളുപ്പത്തിൽ കോഴിക്കാൽ ഉണ്ടാക്കിയെടുക്കുന്നു എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടി കോഴിക്കാലല്ല കേട്ടോ ഇതിന് വേണ്ടത്. നമുക്ക് വേണ്ടത് കപ്പയാണ്. കപ്പ, കൊള്ളി എന്നൊക്കെ ഓരോ സ്ഥലത്തും ഓരോ പേരാണ് ഇതിന്. ഇത് വെച്ചിട്ടാണ് നമ്മൾ കോഴിക്കാൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ പീസ് കപ്പ എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 250 ഗ്രാമോളം ഉണ്ടാവും. അത് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നൈസായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇത്രയും നീളത്തിൽ വേണം നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാൻ. അതിനുശേഷം ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് അതിനേക്കാൾ ചെറിയ പീസാക്കിയിട്ട് വേണം ലാസ്റ്റ് കട്ട് ചെയ്യാൻ. ഇത്രയും നീളത്തിൽ കനം കുറച്ചിട്ട് നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. വീഡിയോയിലൂടെ കാണുന്നത് പോലെ തന്നെ ചെയ്തെടുക്കുക. ഇത്രയും നീളവും ഇത്രയും വീതിയും നമ്മുടെ ഇതിനേക്കാൾ വണ്ണം കുറയ്ക്കാൻ പറ്റുമെങ്കിൽ വണ്ണം കുറച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോഴാണ് നമ്മുടെ കോഴിക്കാലിന് പെർഫെക്റ്റ് ഷേപ്പിലേക്ക് കിട്ടുള്ളൂ. അങ്ങനെ മുഴുവനും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ മുഴുവനും ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കണം. ആ നീളം നമുക്ക് അത്യാവശ്യമാണ്. എത്രയും നീളത്തിൽ തന്നെ നമുക്കിത് കിട്ടണം. ഇതാണ് ഇതിൻ്റെ തിക്നെസ്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ആവശ്യമായ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ്. അതിനുവേണ്ടി ഒരു ബൗളിലോട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തത്. അല്ലെങ്കിൽ കടലപ്പൊടി എടുക്കാം. ഞാനിപ്പം മൈദയിലാണ് ഇത് ചെയ്യുന്നത്. ഒരു കപ്പ് എന്ന് പറയുന്നത് 250 ml കപ്പാണ്. അല്ലെങ്കിൽ ഞാനിപ്പം കാണിച്ച ഗ്ലാസ്സിലെടുത്താലും മതി. അതും ഒരു കപ്പും എല്ലാം കറക്റ്റാണ്. ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നത് 2 ടീസ്പൂൺ അരിപ്പൊടിയാണ്. നമ്മുടെ നൈസ് പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടി അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. ഒരു 5-6 പച്ചമുളക് വളരെ നൈസായിട്ട് കട്ട് ചെയ്തത് വേണം ഇട്ട് കൊടുക്കാൻ. പിന്നെ വേണ്ടത് കരിവേപ്പില ചെറുതായി കട്ട് ചെയ്തത്, മല്ലിച്ചപ്പ് 1 ടീസ്പൂൺ ചെറുതായി കട്ട് ചെയ്തത്, 1 ടീസ്പൂൺ മുളക് പൊടി, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഇതിലേക്ക് വേണ്ടത് കായപ്പൊടിയാണ്. ഒരു നുള്ളു കായപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വെള്ളം ഞാനിവിടെ ഒരു കപ്പും ഒരു 1/4 കപ്പും കൂടി എടുത്താണ് ഇത് മിക്സ് ചെയ്തത്. ലൂസായി പോകരുത്, എന്നാൽ വളരെ കട്ടിയിലും ആവരുത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ തിക്നെസ് എങ്ങനെയാണെന്ന് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ വെള്ളമൊഴിച്ച് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതാണ് ഇതിൻ്റെ തിക്നെസ്. ഇത്രയും കട്ടിക്ക് വേണം നമുക്ക് ഈ മാവ് കിട്ടാൻ. കയ്യിൽ നിന്ന് ഇതുപോലെ ഉറ്റി വീഴുന്ന ഒരു പരുവായിരിക്കും കിട്ടണം. ഇനി നമുക്ക് ആ കപ്പ കട്ട് ചെയ്ത് വെച്ച കപ്പ അതിലേക്ക് പൊട്ടിപ്പോകാതെ മെല്ലെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിക്കുക. അപ്പോഴും കപ്പ പൊട്ടിപ്പോകാതെ വേണം ശ്രദ്ധിക്കണം. നമുക്ക് നീളത്തിൽ തന്നെ കിട്ടേണ്ടതാണിത്. അപ്പോഴാണ് നമുക്കിത് ഒരു കോഴിക്കാലിൻ്റെ പരുവത്തിൽ ആയി കിട്ടുക, ഷേപ്പിൽ ആയി കിട്ടുക. അപ്പോൾ ശ്രദ്ധിച്ച് വേണം ഇത് മിക്സ് ചെയ്യാൻ. അങ്ങനെ ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അഞ്ച് മിനിറ്റിന് ശേഷം ഞാനിത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഇത് ഫ്രൈ ചെയ്യാനുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കണം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇത് മുങ്ങിക്കിടക്കുന്ന രൂപത്തിൽ അത്രയും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം.
ആ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഇത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നീളത്തിൽ തന്നെ നമ്മുടെ കപ്പ കിട്ടണം. അങ്ങനെ ഒരു പിടി കപ്പ എടുത്ത് ഇതാണ് അതിൻ്റെ ഷേപ്പ്. ഇതുപോലെ വേണം വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഷേപ്പ് തന്നെ നമുക്ക് കിട്ടണം. ഒരു പിടി എടുത്താൽ മതി. അതും നീളത്തിലുള്ള കപ്പയായിരിക്കണം. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നോമ്പ് ഒക്കെ അല്ലേ വരുന്നത്, അപ്പോൾ നമുക്ക് നോമ്പിന് സ്നാക്സ് ആയിട്ടൊക്കെ ഇത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ 4 മണി പലഹാരമായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. വളരെ ടേസ്റ്റുള്ളൊരു സ്നാക്സാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ അതിൽ കൊള്ളുന്ന അത്രയും ഇട്ടതിന് ശേഷം നമുക്കത് ഒരു ഭാഗം ക്രിസ്പി ആകുമ്പോൾ തിരിച്ചിട്ട് മറ്റേ ഭാഗം ക്രിസ്പി ആക്കി എടുക്കണം. അപ്പോൾ അതിൽ കൊള്ളുന്ന അത്രയും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് ഇത് ഫ്രൈ ചെയ്ത് കോരിയെടുത്തതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഒരു ഭാഗം ക്രിസ്പി ആയിട്ടുണ്ട്. മറ്റേ ഭാഗവും ഇതുപോലെ ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കോഴിക്കാൽ ഇവിടെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ ക്രിസ്പിയും ടേസ്റ്റി ആയിട്ടുള്ള കോഴിക്കാൽ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക മുഴുവനും. അങ്ങനെ അടുത്ത ബാച്ചും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റിൽ ഉള്ള കോഴിക്കാൽ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ഇതുപോലുള്ള നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.